ഷഹീദെ ആസം, പവിത്രനായ രക്തസാക്ഷി, ബഹുമാന്യനായ രക്തസാക്ഷി. देश की आज़ादी के लिए कई बहादुर नौजवानों ने अपनी जानें कुर्बान की है. നമ്മുടെ ദേശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് ധീര യുവാക്കൾ അവരുടെ ജീവൻ ബലിയർപ്പിച്ചിട്ടുണ്ട്. യേ സബ് നൗജവാൻ ഹുബ്ബെ വതൻ കെ ജസ്ബെ സെ സർഷാർ തെ. ഇവരെല്ലാവരും രാജ്യസ്നേഹം നിറഞ്ഞവരായിരുന്നു. वो हमेशा अपने देश की आज़ादी के लिए जद्दोजहद करते रहे. അവർ എല്ലായ്പ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു. ആയിയെ ഹിന്ദുസ്ഥാൻ കേക്ക് ഇൻഖലാബി രഹ്നുമ ഭഗത് സിംഗ് കാ ഖാക്ക പടേ. വരൂ, നമുക്ക് ഇന്ത്യയുടെ ഒരു വിപ്ലവകാരിയായ നേതാവ് ഭഗത് സിംഗിൻ്റെ ഖാക്ക പഠിക്കാം. 23 मार्च 1931 शाम का वक्त था. 1931 മാർച്ച് 23 വൈകുന്നേര സമയം. സൂരജ് ഗുറുബ് ഹോ രഹാ താ. സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഭഗത് സിംഗ്, രാജ്ഗുരു और सुखदेव फांसी के फंदे की तरफ बढ़ते हुए ये गीत गा रहे थे. ഭഗത് സിംഗും രാജ്ഗുരുവും സുഖ്ദേവും തൂക്കുമരത്തിനടുത്തേക്ക് പോകുമ്പോൾ ഈ പാട്ട് പാടിക്കൊണ്ടിരുന്നു. ദിൽ സെ നിക്കലേഗി ന മർകർ ബി വതൻ കി ഉൽഫത്ത്, മേരി മിട്ടി സെ ബി ഖുശ്ബു ആയേ വഫ ആയേഗി. ഞങ്ങൾ മരിച്ചാലും ഞങ്ങളുടെ മനസ്സിൽ നിന്ന് രാജ്യത്തോടുള്ള സ്നേഹം അല്പം പോലും കുറയുന്നില്ല. ഞങ്ങൾ മണ്ണിനടിയിൽ പോയാലും ആ മണ്ണിൽ നിന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്തോടുള്ള സ്നേഹത്തിൻ്റെയും വിശ്വാസ്യതയുടെയും സുഗന്ധം വരും എന്നതാണ് ഇതിൻ്റെ അർത്ഥം. फांसी का फंदा गले में डालते ही उन्होंने हसरत मोहानी का नारा इनकलाब जिंदाबाद लगाया. തൂക്കുമരത്തിൽ നിന്ന് തൂക്ക് കയർ കഴുത്തിൽ ചാർത്തിയിട്ട് അദ്ദേഹം ഹസ്രത്ത് മോഹാനിയുടെ മുദ്രാവാക്യമായിട്ടുള്ള ഇൻക്ലാബ് സിന്ദാബാദ് മുഴക്കി. और हंसते हंसते वतन के लिए शहीद हो गए. ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി അദ്ദേഹം രക്തസാക്ഷിയായി. ജിസ്കെ ബാദ് ഉൻകി യെ ഖുർബാനി ഹമേശ കെ ലിയെ അമർ ഹോ ഗയി. അതിനുശേഷം ഈ ഒരു രക്തസാക്ഷിത്വം, ഈ ഒരു ഖുർബാനി എല്ലാ കാലത്തേക്കുമായി അറിയപ്പെട്ടൊന്നായി. ഭഗത് സിംഗ് की जिंदगी में एक अहम वाक़या पेश आया. ഭഗത് സിംഗിൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഭവമുണ്ടായി. സൈമൺ കമ്മീഷൻ കെ ഖിലാഫ് ഏക് ജബർദസ്ത് ജുലൂസ് നിക്കല. ബ്രിട്ടീഷുകാരുടെ സൈമൺ കമ്മീഷന് എതിരായിക്കൊണ്ട് ഒരു ശക്തമായ പ്രകടനം പുറപ്പെട്ടു. ജിസ്മേ മുജാഹിദെ ആസാദി ലാല ലജ്പത് റായ് തി. ആ ജുലൂസിൽ സ്വതന്ത്ര സമര സേനാനിയായിരുന്ന ലാല ലജ്പത് റായിയും ഉണ്ടായിരുന്നു. इस जुलूस पर अंग्रेजी पुलिस ने बड़ी बेदर्दी से लाठियां बरसाए. ആ പ്രകടനത്തിൽ ബ്രിട്ടീഷുകാരുടെ പോലീസ് യാതൊരു ദയവുമില്ലാതെ, യാതൊരു കാരുണ്യവുമില്ലാതെ ലാഠിയാം ബർസായെ, ലാഠി വീശിയടിച്ചു. ലാലാ ലജ്പത് റായ് ബുരി തറഹ് ജഖ്മി ഹോ ഗയെ. ലാലാ ലജ്പത് റായിക്ക് അങ്ങേയറ്റം മുറിവ് ഉണ്ടായി. और कुछ अरसे के बाद ही उनकी मौत हो गई. കുറച്ച് കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം മരണപ്പെട്ടു. ഭഗത് സിംഗ് और इनके इंकलाबी साथी इस वाक़ये के बाद और ज़्यादा मुनज़्ज़िम हो गए. ഭഗത് സിംഗും അദ്ദേഹത്തിൻ്റെ വിപ്ലവകാരികളായ കൂട്ടാളികളും ഈ സംഭവത്തിന് ശേഷം കൂടുതൽ സംഘടിച്ചു. उन्होंने अंग्रेज़ों को इनका जवाब पत्थर से देने की ठान ली. ഇംഗ്ലീഷുകാരുടെ ഈ കാര്യത്തിന് പ്രതികാരം ചോദിക്കാൻ അവർ തീരുമാനിച്ചു. അതിന് മറുപടി കൊടുക്കാൻ തീരുമാനിച്ചു. 8 अप्रैल 1929 को उन्होंने सेंट्रल असेंबली हॉल में इनकलाब जिंदाबाद का नारा लगाया. 1929 ഏപ്രിൽ 18 അവർ
സെൻട്രൽ അസംബ്ലി ഹാളിൽ ഇൻക്ലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം മുഴക്കി. ഓർ ഐസി പർച്ചിയ ഹവാമേ ഫേങ്കെ, ഇത്തരത്തിലുള്ള കടലാസുകൾ വായുവിലൂടെ എറിഞ്ഞു. ജിൻമേ അംഗ്രേസോं के जुल्म की दास्तान बयान की गई थी. ആ പർച്ചകളിൽ, ആ പേപ്പറുകളിൽ ഇംഗ്ലീഷുകാരുടെ സുൽമിൻ്റെ, അക്രമങ്ങളുടെ കഥകൾ വിവരിക്കുന്ന പേപ്പറുകളായിരുന്നു. അസംബ്ലിക്ക് ജിസ് മക്കാം പർ ഭം ഫേങ്ക്നെ ഗയെ, അസംബ്ലിയിലെ ആ സ്ഥലങ്ങളിൽ ബോംബെറിഞ്ഞു. വോ ഖാലിത്ത, അസംബ്ലി ഖാലിയായിരുന്നു, ശൂന്യമായിരുന്നു, ആരുമില്ലായിരുന്നു. അസൽ മേ വോ കിസി കോ മാർനാ നഹി ബൽക്കേ ധമാക്ക കർനാ ചാഹത്തെ थे. യഥാർത്ഥത്തിൽ അവർ ആരെയും കൊല്ലണമെന്നോ ആക്രമിക്കണമെന്നോ കരുതിയതല്ല, മറിച്ച് ഒരു വിപ്ലവം, ഒരു സ്ഫോടനം ഉണ്ടാക്കണം. ഉൻകാ മക്സദ് അംഗ്രേസോं के जुल्म के खिलाफ अपने गुस्से का इजहार करना था. അവരുടെ ലക്ഷ്യം ഇംഗ്ലീഷുകാരുടെ അക്രമത്തിനെതിരായിട്ടുള്ള തങ്ങളുടെ പ്രതിഷേധം പ്രകടിപ്പിക്കുക എന്നതായിരുന്നു. ഉസ്കെ ബാവജൂദ് അംഗ്രേസോനെ ഉൻ പർ മുഖദ്ദമ ചലായ. അതങ്ങനെ, ലക്ഷ്യം അങ്ങനെയൊക്കെയാണെങ്കിലും ഇംഗ്ലീഷുകാർ അവരുടെ മുഖദ്ദമ ചലായ. ഭഗത് സിംഗ് പഞ്ചാബ് കെ ലായൽപൂർ ജിലാമേ, ഭഗത് സിംഗ് പഞ്ചാബിലെ ലോയൽപൂർ ജില്ലയിൽ 28 സിതംബർ 1907 को पैदा हुई. 1907 സെപ്റ്റംബർ 28-നാണ് ജനിച്ചത്. उनके वालिद किशन सिंह और चचा आज़ादी की जंग में शामिल थे. അദ്ദേഹത്തിൻ്റെ പിതാവായ കിഷൻ സിംഗും ചച്ചായും ആസാദിയിലെ സ്വതന്ത്ര സമരത്തിൽ പങ്കാളികൾ ആയിരുന്നു. ഭഗത് സിംഗ് കെ ഇൻഖലാബി ദോസ്തോമേ, ഭഗത് സിംഗിൻ്റെ വിപ്ലവകാരികളായ കൂട്ടുകാരിൽ രാംപ്രസാദ് ബിസ്മിൽ, അഷ്ഫാഖുല്ല ഖാൻ, ചന്ദ്രശേഖർ ആസാദ്, സുഖ്ദേവ് और राजगुरु के नाम सबसे अहम है. മേൽ പറയപ്പെട്ടവർ അദ്ദേഹത്തിൻ്റെ വിപ്ലവകാരികളായ കൂട്ടുകാരികളിൽ വളരെ പ്രധാനികളാണ്. ഭഗത് സിംഗ് और उनके साथियों ने, ഭഗത് സിംഗും അവരുടെ കൂട്ടാളികളും തഹരീക്കെ ആസാദിമേ, സ്വതന്ത്ര സമര പ്രസ്ഥാനത്തിൽ നെയ് റൂഹ് ഫൂങ്ക് ദി, പുതിയ ഒരു റൂഹിനെ, പുതിയ ഒരു ആത്മാവിനെ തന്നെ നിക്ഷേപിച്ചു. ഹർ ഏക് ഹിന്ദുസ്ഥാനി കെ ദിൽ മേ, ഓരോരോ ഇന്ത്യക്കാരൻ്റെ മനസ്സിലും ഷഹീദ് ആസം കെ നാം സെ, ഷഹീദ് ആസം എന്ന പേരിൽ വോ ഹമേഷ ജിന്ദാ രഹേഗെ, ഭഗത് സിംഗ് ഷഹീദ് ആസം എന്ന പേരിൽ എല്ലായ്പ്പോഴും ജീവിക്കുന്നു. ശുക്രിയ. ഖുദാ ഹഫീസ്.